സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. രാവിലെ ലക്ഷ്മി ഉണർന്നപ്പോൾ വൈശാഖ് എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട് ലക്ഷ്മി, ആശ്വാസമുണ്ടോ? അവൻ അവളോട് ചോദിച്ചു. നല്ല വേദനയുണ്ട്, വല്ലാത്ത നീറ്റലും. അവൾ പിറുപിറുത്തു. നാളെ ആവുമ്പോഴേക്കും കുറയോ? നാളെയല്ലേ തൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നത്? മാറുമായിരിക്കും അപ്പോഴേക്കും. അവൾ കട്ടിലിൽ നിന്ന് എണീറ്റു. ലക്ഷ്മി അടുക്കളയിൽ ചെന്നപ്പോൾ സുമിത്ര തിരക്കിട്ട് പണിയിലാണ്. ശേഖരൻ പാടത്തേക്ക് പോയിരുന്നു. ഉണ്ണിമോൾ സ്പീഡിൽ മുറ്റമടിക്കുന്നുണ്ട്. വീണയെ അവിടെയൊന്നും അവൾ കണ്ടില്ല. അയ്യോ, മോൾ ഉണർന്നോ? എങ്ങനെയുണ്ട് മോളെ, കുറവുണ്ടോ? സുമിത്ര അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. കുറവുണ്ടമ്മേ, കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ എല്ലാം ഭേദമാകും. തിങ്കളാഴ്ച മുതൽ എനിക്ക് കോളേജിൽ പോയി തുടങ്ങണം. ലക്ഷ്മിയാണെങ്കിൽ സുമിത്ര കൊടുത്ത ചായ എടുത്ത് പതിയെ കുടിച്ചു. അപ്പോഴേക്കും വീണ അവിടേക്ക് വന്നു. അവൾ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു. നീ എന്താ ഇത്രയും കാലത്തെ കുളിച്ചത്? ഇന്നാണെങ്കിൽ ക്ലാസ്സും ഇല്ലല്ലോ. സുമിത്ര മകളെ ചുഴിഞ്ഞു നോക്കി. ഞാൻ വെറുതെ കുളിച്ചതമ്മേ. കൈ എങ്ങനെയുണ്ട് ഏടത്തി? അവൾ ലക്ഷ്മിയെ നോക്കി. ആ, കുറവുണ്ട്. വീണ, നീ കുളി കഴിഞ്ഞോ? ഉണ്ണിമോൾ എവിടെ? അവൾ ഇതുവരെ റെഡിയായില്ലേ? ഏട്ടാ, ഒരു 10 മിനിറ്റ്. ഉണ്ണിമോൾ വൈശാഖിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. നിങ്ങളെല്ലാവരോടും എവിടെ പോവാടാ? സുമിത്ര മകനെ നോക്കി. ലക്ഷ്മി, നീ വരുന്നുണ്ടോ? ഞങ്ങൾ ബിജിയുടെ അടുത്ത് പോവാണ്. അവൻ ഭാര്യയെ നോക്കി. അവളുടെ മുഖം പെട്ടെന്ന് ഇരുട്ടു. ഞാൻ ഇന്ന് വരുന്നില്ല, മറ്റൊരു ദിവസം നമുക്ക് പോകാം. ഓക്കെ, അതാണ് നല്ലത്. നീ ഇന്ന് റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരും. ലക്ഷ്മി അവൻ പറയുന്നതൊന്നും കേട്ടതായി പോലും നടിച്ചില്ല. ലക്ഷ്മി മോളും കൂടി ആയിട്ട് പോയാൽ പോരെ മോനെ? അത് മതിയായിരുന്നമ്മേ. പക്ഷെ ഞാൻ അളിയനോട് വിളിച്ചു പറഞ്ഞു ഇന്ന് ചെല്ലൂന്ന്. അളിയൻ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ മേടിച്ചു. പിന്നെ എങ്ങനെയാ മറുത്ത് പറയുന്നത്? ഉണ്ണിമോളെ, നിങ്ങൾ രണ്ടാളും വേഗം റെഡിയാവ്. എന്നിട്ട് കാപ്പി കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. വൈശാഖൻ മുറിയിലേക്ക് പോയി. ഡ്രസ്സ് മാറിയിട്ടവൻ വേഗം ഇറങ്ങി വന്നു. ലക്ഷ്മിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നുണ്ട്. എന്നാലും അവനെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് അവൾക്ക് തോന്നി. ഏട്ടാ, പോകാൻ റെഡിയായോ? നീ വരുന്നില്ലല്ലോ അല്ലേ? ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. പതിയെ വന്നാൽ മതി. എന്താ ഇത്ര ധൃതി? അവൻ അവളെ ഒന്ന് പാളി നോക്കി. അതേ, ഒരു കാര്യം ചെയ്താലോ? വിജയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരായിരുന്നല്ലേ? ഇതാ വണ്ടിയുടെ ചാവി. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അവരെ കൂടി കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. എന്നിട്ട് വിജയെ കൊണ്ടുവാ. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ഏട്ടാ, വിഷ്ണു ചേട്ടനോട് ചോദിച്ചു നോക്കിയേ. പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതല്ലേ? വീണ പറഞ്ഞു. നീ പോടി മിണ്ടാതെ. നമ്മളെന്നും കാറിലാണോ പോയിരിക്കുന്നത്? വിജിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ. അതുകൊണ്ടാണ് വീണ അങ്ങനെ പറഞ്ഞേ. മാത്രമല്ല, നാളെ ഗോപന് വരാൻ സാധിച്ചില്ലെങ്കിൽ അവൾക്ക് അടുക്കള കാണിച്ചടങ്ങി പങ്കെടുക്കാൻ കഴിയില്ല. ആ, എന്തേലും ചെയ്യാം, നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖൻ കീ മേടിച്ച് പോക്കറ്റിലേക്ക് ഇട്ടു. അവൻ കാറിൽ കയറി പോകാൻ സമ്മതിക്കുകയില്ലെന്നാണ് ലക്ഷ്മി കരുതിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ ചാവി മേടിച്ചപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യമായി. അങ്ങനെ വീണയും ഉണ്ണിമോളും വൈശാഖനും കൂടി പോകാൻ റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മേ, ഞാനൊരു കാര്യം ചെയ്യാം. വിഷ്ണുവിൻ്റെ വീട് വരെ ഞാൻ ഈ കാർ ഓടിക്കാം. എന്നിട്ട് വിഷ്ണുവിനെ കൂട്ടി പോകാം. അതല്ലേ നല്ലത്? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ മോനെ? വേണ്ട വേണ്ട, പുതിയ കാറാ, നീ ഓടിക്കണ്ട. സുമിത്ര അവനെ വിലക്കി. ഞാൻ ഡ്രൈവ് ചെയ്താൽ കുഴപ്പമുണ്ടോ ലക്ഷ്മി? എന്ത് കുഴപ്പം? എനിക്ക് സന്തോഷമുള്ളൂ. ഏട്ടൻ ധൈര്യമായിട്ട് ഓടിക്കുക. എങ്കിൽ ശരി, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം. വൈശാഖൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അയ്യോ വല്ലേട്ടൻ, ഞങ്ങൾക്ക് പേടിയാ. വീണയും ഉണ്ണിമോളും പിന്മാറി. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കയറ്. വിഷ്ണു ആ വളവിൽ നിൽപ്പുണ്ട്. അവൻ വഴിയിലേക്ക് വിരൽ ചൂണ്ടി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ വീണയും ഉണ്ണിമോളും അവൻ്റെ ഒപ്പം വണ്ടിയിൽ കയറി. അവൻ കാറ് റിവേഴ്സ് എടുത്തപ്പോൾ തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി ഇവനൊരു എക്സ്പേർട്ട് ഡ്രൈവറാണെന്ന്. ലക്ഷ്മിയോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് അവർ മൂവരും വിജയുടെ വീട്ടിലേക്ക് പോയി. താൻ വീണ്ടും തോറ്റുപോയ പോലെ ലക്ഷ്മിക്ക് തോന്നി. നാളെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിലേക്ക് പോകുന്നു. മറ്റന്നാൾ മുതൽ അവിടുന്ന് താൻ കോളേജിലും പോകും. വൈശാഖം പറയുന്ന കേട്ടുകൊണ്ട് ഇങ്ങനൊരു അടിമയെ ജീവിക്കാൻ തനിക്ക് സാധ്യമല്ലെന്ന് അവൾ തീർച്ചപ്പെടുത്തി. അടുത്ത ദിവസം അടുക്കള കാണൽ ചടങ്ങായതിനാൽ നാരായണനും ഭാര്യ ദേവകിയും കൂടി മേലെടുത്ത് വീട്ടിലേക്ക് വന്നിരുന്നു. നാരായണൻ മുറുക്കി തുപ്പുന്നത് കണ്ടിട്ട് ലക്ഷ്മിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ദേവകി അവളോട് മിണ്ടാനൊക്കെ വരുന്നുണ്ടെങ്കിലും അവൾ അവരോട് ഒരകലം പാലിച്ചു നിന്നു. വല്യേട്ടൻ എപ്പോഴാ ഡ്രൈവിംഗ് പഠിച്ചത്? സത്യം പറ. എൻ്റെ ഉണ്ണിമോളെ,
നമ്മുടെ ചെറയിലെ കാർത്തിയില്ലേ, അവൻ കഴിഞ്ഞ വർഷം കാർ എടുക്കുന്നതിന് മുമ്പ് റെൻറ്റിനൊരു വണ്ടി എടുത്തു ഡ്രൈവിംഗ് പഠിക്കാൻ. അപ്പം ഞാനും വിഷ്ണുവൊക്കെ പഠിച്ചതാ. ഏട്ടൻ നിന്നിട്ട് എന്താ ഇതുവരെ ഈ വണ്ടി ഓടിക്കാതിരുന്നത്? പാവം ഏടത്തി എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാനാ, നീ മിണ്ടാതിരിക്കടി. വീണ അനുജത്തിയോട് കയർത്തു. വീണയ്ക്ക് എന്താടി ഏടത്തിയോട് ഇത്രയ്ക്ക് വൈരാഗ്യം? ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അതെ അതെ, ഞാനും ഓർത്തതാ. എന്ത്? ഒന്ന് പോയേട്ടാ മിണ്ടാതെ. എനിക്കങ്ങനൊന്നുമില്ല. അത് ചുമ്മാ, നീ കാര്യം പറ. ഞാൻ അവളോട് ചോദിക്കാനൊന്നും പോകത്തില്ല. ഒന്നുമില്ല ഏട്ടാ, വെറുതെ നിങ്ങൾ എഴുതാപ്പുറം വായിക്കണ്ട. നീ പറയുന്നുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ വേണ്ട. അതല്ല ഏട്ടാ, ഏട്ടന് ജോലി കിട്ടിയപ്പോൾ ഏടത്തി അവരുടെ വീട്ടുകാരും കൂടി അവിടെ പോകാൻ കഴിയില്ലെന്ന് ഏട്ടനോട് പറഞ്ഞില്ലേ? അതെനിക്കിഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. അതെന്താ നിനക്കിഷ്ടപ്പെടാഞ്ഞത്? ഒന്നുമില്ല ഏട്ടാ, അവരുടെ മകളെ കെട്ടിയതല്ലേ ഉള്ളൂ ഏട്ടൻ. അതിന് ഏട്ടൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കില്ല, അത്രയേ ഉള്ളൂ. അതറിയാവുന്നതുകൊണ്ടല്ലേടി ഞാൻ ഈ ജോലിക്ക് പോകാൻ തീരുമാനിച്ചത്. ചേച്ചി ഇത് എന്തൊക്കെയായി പറയുന്നേ? ഏടത്തി ഒരു പാവമാ. കാശുള്ള വീട്ടിലെ പെൺകുട്ടി ഒരു സാധാരണ വീട്ടിലേക്ക് വന്നപ്പോഴുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഏടത്തി ശുദ്ധ പാവമാ. ഏടത്തി ഭയങ്കരയാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്താ? ആ മതി മതി, നിർത്ത്. ആ കാര്യം വിടാം. ഉണ്ണിമോൾ പറഞ്ഞ പോലെ അവളൊരു പാവടി വീണേ. പിന്നെ ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. അതെ ഏട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏട്ടൻ പതിയെ പതിയെ അത് മാറ്റിയെടുത്താൽ മതി. വിജയുടെ വീട്ടിൽ ഒരുപാട് സമയം തങ്ങാതെ അവർ വിജയും കൂട്ടി വേഗം വീട്ടിലേക്ക് തിരിച്ചു. കാരണം വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. നാളെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും ആളുകളൊക്കെ വരും. എല്ലാം അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ഉള്ളതാ. എടി വിജി, നിനക്ക് എന്തേലും വേണോ? ടൗണിലെത്തിയപ്പോൾ വൈശാഖൻ അവളോട് ചോദിച്ചു. ഒന്നും വേണ്ടടാ, എനിക്കൊന്നും വേണ്ട. ഏട്ടാ, പൈസ ഉണ്ടെങ്കിൽ 2 ചിക്കൻ ബിരിയാണി മേടിക്കാമോ? ഉണ്ണിമോളെ, നീ മേടിക്കും കേട്ടോ. ഏട്ടന് പൈസയൊന്നുമില്ല. നീ മിണ്ടായിരിക്കടി വീണേ, ഞാൻ നോക്കട്ടെ പൈസ ഉണ്ടോന്ന്. കാറ് സൈഡിൽ ഒതുക്കി അവൻ പോക്കറ്റിലേക്ക് നോക്കിയിട്ട് പതിയെ ഡോർ തുറന്നിറങ്ങി. 3 ചിക്കൻ ബിരിയാണി അവൻ മേടിച്ചു. ആ പാഴ്സൽ അവൻ ഉണ്ണിമോളുടെ കയ്യിലേക്ക് കൊടുത്തു. എടാ, ലക്ഷ്മിക്ക് എന്താ ഇഷ്ടമുള്ളത്? ആ കുട്ടി ഇത് കഴിക്കുമോ? അയ്യോ നേരാ. ഏട്ടാ, ഏടത്തിക്ക് എന്താ ഇഷ്ടമുള്ളത് അതും കൂടി മേടിക്ക്. ഏടത്തി ഇത് കഴിക്കുമോ ആവോ? അവൾ കഴിച്ചോളും, അവൾക്കിത് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും അവൻ അറിയില്ലായിരുന്നു അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. വീടെത്തിയപ്പോൾ നാരായണമാമയും കുടുംബമൊക്കെ വന്ന കാര്യം അവരറിഞ്ഞത്. വിജയോട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുവാണ് ദേവകി. അമ്മേ, ലക്ഷ്മി എവിടെ? വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് അകത്തേക്ക് കയറി. ആ ചേച്ചി, എങ്ങനെയുണ്ട്? ലക്ഷ്മി അവർക്കരികിലേക്ക് വന്നു. ലക്ഷ്മി എന്നാ ഉണ്ട്? വിജി വന്നവളുടെ കയ്യിൽ പിടിച്ചു. ഓ, എന്നെ ഇരിക്കുന്നു ചേച്ചി. കൈക്ക് എങ്ങനെയുണ്ട്? ശോ, കഷ്ടമായല്ലോ. ഇപ്പം കുഴപ്പമില്ല. ചേച്ചി പോയി റെസ്റ്റ് എടുക്ക്, പിന്നെ കാണാം. അമ്മേ, 3 ചിക്കൻ ബിരിയാണിയേ ഉള്ളൂ. ഇത്ര ആളുകളുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ലക്ഷ്മി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ വൈശാഖനും അമ്മയും കൂടി ചർച്ച ചെയ്യുന്നത് അവൾ കേട്ടു. അമ്മയെ കുട്ടികളൊന്നും കഴിച്ചില്ലല്ലോ, എല്ലാവർക്കും ചോറ് വിളമ്പാം. അപ്പോഴാണ് അവൾ അവിടെ ഇരിക്കുന്ന ബിരിയാണി കണ്ടത്. ഇവൻ 3 ബിരിയാണി മേടിച്ചത് മോളെ. ആ കുട്ടികളെല്ലാവരും ഇല്ലേ? അത് പറയുമായിരുന്നു ഞങ്ങൾ. എൻ്റെ അമ്മേ, ഉണ്ണിമോൾ കിടന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ മേടിച്ചതാ. ശോ, കഷ്ടായിപ്പോയി. വീണ പറഞ്ഞു. ഞാനിത് കഴിക്കില്ലമ്മേ, എനിക്കിത് വേണ്ട. നിങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്യൂ. ലക്ഷ്മി അവൾക്കുള്ള ചോറും കറികളും ഒരു പാത്രത്തിലേക്ക് വിളമ്പി. എനിക്കും വേണ്ട, എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് സുമിത്ര. അങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാവർക്കും സുമിത്ര ഭക്ഷണം വിളമ്പി. ലക്ഷ്മി തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് വൈശാഖിന് മനസ്സിലായി. അവൻ കൂടുതലൊന്നും അവളോട് സംസാരിക്കാനും തുനിഞ്ഞില്ല. ഉച്ച കഴിഞ്ഞതും എല്ലാവരും ആകെ ബഹളമായിരുന്നു. ശേഖരൻ ബീഫും ചിക്കനും മീനുമൊക്കെയായി കവലയിൽ നിന്ന് വന്നു. പിന്നെങ്ങോട്ടെല്ലാം വൃത്തിയാക്കലും ഉണ്ടാക്കലും ആകെ ബഹളം. ലക്ഷ്മിക്ക് കൈവയ്യാണ്ടിരുന്നതിനാൽ അവൾ ഒന്നിനും കൂടിയില്ല. ഇടയ്ക്ക് വൈശാഖൻ റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. അമ്മ അച്ഛനോട് പറയണം വൈശാഖേട്ടനോട് ചോദിക്കാൻ എനിക്കങ്ങോട്ട് വരണോ അമ്മേ, പ്ലീസ്. അവൾ തൻ്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നതെന്ന് അവനും മനസ്സിലായി. ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ടവൻ വേഗം മുറിയിലേക്ക് വന്നു. ശരിയമ്മേ, വെച്ചേക്കാം, നാളെ കാണാം.
അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു. അവൾ വൈശാഖിനോടൊന്നും സംസാരിച്ചില്ല. പെട്ടെന്ന് അവളുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. വൈശാഖൻ അതെടുത്തു സ്പീക്കർ ഓൺ ചെയ്തു. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അശോകനായിരുന്നു വിളിച്ചത്. മോളെ ലക്ഷ്മി, നിനക്കിപ്പോൾ എങ്ങോട്ട്? എപ്പോൾ വേണേലും വരാമല്ലോ. നീ വൈശാഖിനുമായി നാളെ വാ, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു പോകാം. അച്ഛൻ വെറുതെ നിങ്ങളുടെ ഇടയിലേക്ക് വരണോ മോളെ? അയാൾ ചോദിക്കുന്നത് വൈശാഖൻ കേട്ടു. ലക്ഷ്മി അയാളോട് മറുത്തൊന്നും പറഞ്ഞില്ല. ശരി അച്ഛാ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. നിനക്ക് നാളെ വീട്ടിൽ പോകാനാണോ? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ നിന്നതേ ഉള്ളൂ. നിന്റെ അച്ഛനോട് മുൻകൂറായിട്ട് പറഞ്ഞതാണോ? അതൊന്നും നടക്കില്ല ലക്ഷ്മി. വെറുതെ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നീ എൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അതിനാണ് ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു വന്നത്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ നിനക്ക് പോകാം, ഞാൻ തടയത്തില്ല. പക്ഷെ നാളെ എല്ലാവരോടും ഞാൻ പറയും നിനക്ക് ഈ ബന്ധം തുടരാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞു എന്ന്. സമ്മതമാണോ? എങ്കിൽ ഇപ്പോൾ പറയണം. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുറച്ച് ദിവസം നിൽക്കണം. അങ്ങനെയല്ലല്ലോ നീ ഇപ്പോൾ പറഞ്ഞത്. ഈ ബന്ധം തുടരാൻ സാധിക്കുകയില്ലെന്നല്ലേ? അതെ, പക്ഷേ അതങ്ങനല്ല ഉദ്ദേശിച്ചത്. എങ്ങനല്ല? അത് സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. അല്ല, നീ അറിഞ്ഞുകൊണ്ട് ആലോചിച്ചിട്ട് പറഞ്ഞതാ. നിന്റെ വീട്ടുകാരോട് ഞാൻ പറയുമെന്നായപ്പോൾ നിനക്ക് പേടിയായി, അതല്ലേ സത്യം? ലക്ഷ്മി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു. നീ പൊയ്ക്കോ, അതല്ലേ ഇപ്പോൾ നിന്റെ വിഷമം. നാളെ അവരുടെ കൂടെ പൊയ്ക്കോ, എനിക്കെന്ത് പ്രോബ്ലം? കുറച്ച് ദിവസം നിന്നിട്ട് വന്നാൽ മതി. ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. വൈശാഖൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ ദയവേത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.